ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1.5 കിലോ ബീഫിലേക്ക് 4 പച്ചമുളകും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ 2 സവാളയും കുറച്ച് കാഷ്യൂസും മുന്തിരിയും കറിവേപ്പിലയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ബിരിയാണിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് സവാള ഫ്രൈ ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. ഈ ബിരിയാണിയിലേക്കുള്ള കളറിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് അല്പം പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. ഞാൻ കുക്കറിലാണ് റൈസ് തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് ഞാൻ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പൂ 3-4 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ പരസ്പരം റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും കഴുകി ഊറ്റി വെച്ചിട്ടുള്ള 3.5 കപ്പ് റൈസാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിനി 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ആദ്യത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കണം. എസൻസും റോസ് വാട്ടറും ഓപ്ഷണലാണ്. റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പിൽ മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 4 സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വലിയൊരു തക്കാളി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് കുഴഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ റൈസിൽ നിന്ന് നന്നായിട്ട് പ്രഷർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വിസിൽ കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും പകുതി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സ്റ്റീം കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം റൈസ് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ മസാലയുടെ മുകളിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് എല്ലായിടത്തും ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കളറ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം.
പിന്നീട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ സവാള വറുത്തെടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്തിട്ടായിരുന്നു. അതിൻ്റെ ബാലൻസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് കൂടി ഒന്ന് നിരത്തി കൊടുക്കാം. ഈ ലെയറിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇടാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ട്. ബാക്കിയുള്ള ചോറ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ ഇനി മഞ്ഞൾപ്പൊടിയുടെ കളറ്, പിന്നീട് 2 ടേബിൾ സ്പൂൺ നെയ്യ്, മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ നെയ്മീൻ ബിരിയാണി, സോയ വെച്ചിട്ടുള്ള ബിരിയാണി, അതുപോലെ തന്നെ റേഷൻ അരി വെച്ചിട്ട് ഉള്ള കോളിഫ്ലവർ ബിരിയാണിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കളർഫുള്ളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിരിയാണി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.